എല്ലാ കാര്യങ്ങളും ഇനി തെളിയിക്കേണ്ടത് ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലാണ്. വെറുതെ ഒരാൾ വന്ന് ഒരു ആരോപണം ഉന്നയിച്ചു, ആ ആരോപണത്തിന് അത് തെറ്റാണെങ്കിൽ താങ്കൾ വന്നിട്ട് പറയണം അത് തെറ്റാണ്, ഇല്ലെങ്കിൽ രണ്ടുപേരും ഇരിക്കണം, രണ്ടുപേരും ഒളിച്ചോടാൻ പാടില്ല. ജിനീഷും തുല്യ കുറ്റക്കാരൻ തന്നെയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, അതായത് നമ്മുടെ കൊല്ലം സുധി എന്ന് പറയുന്ന ആ സഹോദരൻ്റെ മരണം വരെ ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു, അദ്ദേഹത്തിൻ്റെ നെഗറ്റിവിറ്റി പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള തരത്തിൽ ജിനീഷ് പറയുന്നുണ്ട്. ബിനു അടിമാലി ഇന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ സ്വന്തം സഹോദരനാണ് സുധി, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നാണ് ബിനു അടിമാലി പറയുന്നത്. പക്ഷേ എനിക്ക് അതിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം, ഈ ബിനു അടിമാലിക്ക് അന്ന് നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തെ പല വേദിയിൽ നിന്നും കൂവി ഓടിച്ചു വിടുന്ന സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംഭവം വന്നപ്പോൾ ചിലപ്പോൾ ജിനീഷിൻ്റെ മനസ്സിലോ ഇല്ലെങ്കിൽ ബിനു അടിമാലിയുടെ സുഹൃത്തിൻ്റെ മനസ്സിലോ തോന്നിയ ഒരു ആശയമായിരിക്കാം, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം ബിനുച്ചേട്ടാ, ഇതിങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള തരത്തിൽ. അങ്ങനെയും ആകാം, ഇല്ലെങ്കിൽ ബിനുവിൻ്റെ തന്നെ ഐഡിയ ആകാം. ഇതാരാണ് പറയുന്നത് ശരിയെന്ന് നമുക്ക് അറിയില്ല. ബിനു പറയുന്നത് ഞാനിത് ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഞാൻ സുധിയോട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം അവിടെ എന്താ നടന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് ഈ സുധി കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കഷ്ടപ്പാടിലൂടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ആ മരണ സമയത്ത് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഡ്രൈവറും സുധിയും മകേഷ് കുഞ്ഞുമോനും അതുപോലെ തന്നെ ബിനു അടിമാലിയും മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്. എല്ലാം മനുഷ്യനായി കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളും ഒക്കെ ഉണ്ടാകും, അത് മനുഷ്യ സഹജമാണ്. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഡൗട്ടാണ്, ഭഗവാനെ ഈ ആക്സിഡൻറ്റ് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും, നമ്മളെ സുധി എങ്ങനെ മരിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും സംശയം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ്? ഈ ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം, വയലിനിസ്റ്റാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും പോകുന്ന വണ്ടി ഒരു മരത്തിലിടിച്ച് തകർന്നിട്ടാണ് അദ്ദേഹവും മകളും മരിക്കുന്നത്. ഭാര്യയും മറ്റു ഡ്രൈവറും പരിക്കുകളോട് രക്ഷപ്പെട്ടു. അത് നമ്മളെല്ലാവരും ഒരു അപകട മരണം, അതിൽ കൂടുതലൊന്നും നമ്മൾ കരുതിയിട്ടില്ല. പക്ഷെ പിന്നീട് വന്ന വാർത്തകളും ഇപ്പോഴും അതിനെപ്പറ്റി പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തും സംഭവിക്കാം. മനുഷ്യന്മാരുടെ മനസ്സെപ്പോൾ മാറുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് ജിനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി പറയുന്നത് പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റൂല, ഒരിക്കലും കഴിയില്ല. എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ജിനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിനു എന്ന ആളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ജിനീഷാണ്. അപ്പോൾ ജിനീഷിന് ഏകദേശം ബിനുവിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. ബിനുവിന് ഒരുപാട് ആളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്, കൊട്ടേഷൻ ടീമുമായിട്ട് വരെ ബന്ധമുണ്ട്, അതുപോലെ ഓഫീസർമാരുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ജിനീഷിൻ്റെ ആരോപണം. ജിനീഷിന് ഇത് കൃത്യമായിട്ട് അറിയാതെ ജിനീഷ് പറയില്ല. കാരണം ജിനീഷും ബിനുവും കൂടി ഒരുമിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ ജിനീഷിന് അറിയില്ല എന്തൊക്കെ ബന്ധങ്ങളുണ്ട് ബിനു അടിമാലി എങ്ങനെയുള്ള ആളാണെന്ന്. പിന്നെ പല കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുമ്പോൾ നല്ല ചിരിച്ച് നല്ല ഇതാണ്, പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇതായിരിക്കും. നമ്മൾ അങ്ങനെയാണ് കലാകാരന്മാരെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ബിനു അടിമാലി ഇന്ന് വന്നിട്ട് പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയില്ല, ഞാൻ ഒരുപാട് പൈസ ഈ വ്യക്തിക്ക് സഹായിച്ചിട്ടുണ്ട്, ഞാൻ കടമായിട്ട് 52,000 രൂപയോളം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ രേഖയൊക്കെ കാണിക്കുന്നത് കണ്ടു. ഇനിയും ബിനു അടിമാലി ഒരുപാട് തെളിയിക്കാനുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ തെളിയിക്കേണ്ടത് ബിനു അടിമാലിൻ്റെ കടമയാണ്. ഇനി ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവ് വന്നത്? ഇദ്ദേഹം ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തത്, ഇതൊക്കെ തെളിവുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത്, ഈ ക്യാമറാമാനായിട്ട് പോകുമ്പോൾ, അതായത് നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിങ്ങിൽ അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചുള്ള ഒരു സംഭവത്തിൽ ബിനു അടിമാലിനെ അപ്പോൾ തന്നെ അവിടുന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തോട് പറഞ്ഞ് ഇത് പുറത്തറിയിക്കണ്ട, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ക്യാമറയുടെ നഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യേണ്ട പൈസ നമ്മൾ തരാം. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു സ്ഥിരമായിട്ട് പണി ചെയ്ത് തരുന്നതല്ലേ ഈ സ്റ്റുഡിയോ, അതുകൊണ്ട് തന്നെ ഇത് പുറത്തറിഞ്ഞിട്ടൊരു നാണക്കേടാകണ്ട. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സമാധാനപരമായിട്ട് ഈ ക്യാമറ റെഡിയാക്കാൻ കൊടുത്തപ്പോഴാണ് അറിയുന്നത് ഈ ക്യാമറ റെഡിയാക്കി കഴിഞ്ഞാലും പഴയതുപോലെയുള്ള വിഷ്വൽസ് കിട്ടില്ല എന്ന്. ഇദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ വീണ്ടും ഇവരെ സമീപിച്ചു പറഞ്ഞു ഈ ക്യാമറ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ പോരാ, എനിക്ക് പുതിയ ക്യാമറ വാങ്ങിക്കേണ്ട പൈസ തരണം, അതിന് ഏകദേശം 9 ലക്ഷം രൂപയാകും. ആ 9 ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അവിടെയുള്ളവരെല്ലാം ഞെട്ടി, ബിനു അടിമാലിയും ഞെട്ടി. ബിനു അടിമാലി പറഞ്ഞു എൻ്റെ കയ്യിൽ 1 രൂപയില്ല എടുക്കാൻ, 10,000-25,000 ആണെങ്കിൽ ബിനു അടിമാലി തന്നെ കൊടുക്കുമായിരുന്നു ഇനി ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ
അത് കിട്ടില്ല എന്ന് തോന്നി, ഇദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമുട്ടി. അപ്പോഴേക്ക് ഈ ഫേസ്ബുക്കും മറ്റേ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇതൊക്കെ ഇപ്പം മീഡിയൻ്റെ മുന്നിൽ പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നല്ല പേടിയുണ്ട് ബിനു അടിമാലിന. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിനു അടിമാലിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു പേടിയെന്ന് വെച്ചാൽ എന്നെ എന്തെങ്കിലും ചെയ്യുമോ, അതുകൊണ്ടാണ് ഇദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത് ഞാനും 2 പെൺമക്കളും ഭാര്യയും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അത് ബിനു അടിമാലിക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ വീടും അറിയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളും അനാഥരായി പോകുമല്ലോ എന്നുള്ള ഒരു ഭയം ഇദ്ദേഹത്തിന് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇന്ന് മീഡിയയിൽ വന്നിട്ട് ഇതെല്ലാം തുറന്നു പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇല്ലാതെ വെറുതെ ആരും ഒന്നും പറയില്ല. വെറുതെ ഇപ്പോൾ ഈ ജിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബിനു അടിമാലിയോട് ഇങ്ങനെ ഒരു ദേഷ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെ ഒന്നും പറയില്ല. അപ്പോൾ അവിടെ എന്തോ ഒരു ഫൗണ്ടേഷൻ എന്തോ ഒരു ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇദ്ദേഹം ബിൽഡിംഗ് എടുക്കുന്നത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബിനു അടിമാലി തെളിയിക്കേണ്ടത്. ഇപ്പോഴും വന്നിട്ട് എൻ്റെ മകള് സത്യം, ഇത് സത്യം, അതൊന്നുമല്ല വേണ്ടത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ജിനീഷുമായിട്ട് 2 പേരും ഇരുന്നിട്ട് ഒരു അഭിമുഖം പുറത്തുവിടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് പോകണം. ഇദ്ദേഹം നുണ പറയുന്നതാണ്, ഇദ്ദേഹം എന്നെ അപമാനിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നുണ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നിയമപരമായിട്ട് പോകാമല്ലോ. ഇതൊന്നും പോകാതെ താങ്കൾ ഇവിടെ വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. താങ്കളെ ഈ മൊത്തത്തിൽ ഇവിടെ നിന്ന് ഓടിക്കണമെന്നോ ഇല്ലെങ്കിൽ താങ്കളുടെ ഉപജീവന മാർഗം മുട്ടിക്കണമെന്നോ ഒന്നും ആർക്കും ഒരു ഇതുമില്ല. പക്ഷെ താങ്കൾ കുറച്ച് നന്നാവാനുണ്ട്. അതായത് താങ്കളുടെ ഈ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ താങ്കൾ ചിരിക്കുന്നത് അതൊരു വളരെയധികം ഒരു മാനസിക പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവർ കറുത്ത കളറോ ഇല്ലേ വെളുത്ത കളറോ ഇല്ലേ ഉയരെ കുറഞ്ഞതോ ഇതൊക്കെ പറഞ്ഞിട്ട് താങ്കൾ ചിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയിരിക്കുന്നത് മഞ്ജു പത്രോസുമായിട്ടുള്ള ആ ഒരു വീഡിയോയിലാണ്. ആ ഒരു വീഡിയോൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻറ്റുകൾ അത് വളരെ മോശമായ കമൻറ്റുകളാണ് വരുന്നത്. അത്രയും മഞ്ജു പത്രോസ് ആ സമയത്ത് അവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ പ്രതികരിച്ചു. അത് അന്ന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു സംഭവം എന്താ വെച്ചാൽ ഇത്ര ക്ലിക്ക് ആവില്ലായിരുന്നു. മഞ്ജു പത്രോസിന് അതിനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം ഇനിയൊരു സിനിമയിലും മഞ്ജു പത്രോസും ബിനു അടിമാലിയും ഒരുമിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം മഞ്ജു പത്രോസ് ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് ബിനു അടിമാലിയും തീർച്ചയായിട്ടും പറയും. പക്ഷേ മഞ്ജു പത്രോസ് അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അവരൊന്നും അങ്ങനെ പറയുന്ന ടീമൊന്നുമല്ല. അവർ ആ ഒരു മറുപടി ആ ഒരു സമയത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, എല്ലാ കാര്യങ്ങളും ഇനി തെളിയിക്കേണ്ടത് ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലാണ്. വെറുതെ ഒരാൾ വന്ന് ഒരു ആരോപണം ഉന്നയിച്ചു, ആ ആരോപണത്തിൽ അത് തെറ്റാണെങ്കിൽ താങ്കൾ വന്നിട്ട് പറയണം അത് തെറ്റാണ്. ഇല്ലെങ്കിൽ 2 പേരും ഇരിക്കണം, 2 പേരും ഒളിച്ചോടാൻ പാടില്ല. ജിനീഷും തുല്യ കുറ്റക്കാരൻ തന്നെയാണ്. കാരണം ജിനീഷിനും ഇത് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബിനു അടിമാലി ഇന്നൊരു സുഹൃത്ത് ചാനൽ എന്ന് പറയുന്നത് കേട്ടു, ബിനു അടിമാലി വരാമെന്ന് പറഞ്ഞു, പക്ഷേ ഈ ജിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നില്ല എന്ന്. അത് തെറ്റ് തന്നെയാണ്. നിങ്ങൾ 2 പേരും പോകണം. നിങ്ങളുടെ ക്യാമറേൻ്റെ നഷ്ടമാണെങ്കിൽ അത് തീർക്കണം. അല്ലാതെ ഇനി മറ്റുള്ള എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അത് തീർക്കണം. അല്ലാതെ ഈ സുധി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. സുധിയേട്ട വീണ്ടും നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ നമുക്കൊരു തീരാ വേദന തന്നെയാണ്. അതിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ മനുഷ്യനെ നമുക്ക് തിരിച്ച് കിട്ടില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.